ഈ 5 കർമ്മങ്ങളും ചെയ്യണ ആള് മുഴുവൻ ആ അമ്മയാണ്. ശിവനിൽ നിന്ന് പുറത്തു വന്ന ആ ശക്തിയാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ തുടക്കത്തിൽ പറഞ്ഞത് ശിവൻ അവിടെ കാളിയുടെ കാലിൻ്റെ ചുവട്ടിൽ അവിടെ കിടക്കണതിൻ്റെ താല്പര്യം അതാണ്. അതിന് ഇന്ന് നമ്മൾ പല തെറ്റായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ശിവൻ അവിടെ കിടക്കുകയാണ്, ദേവി ആ ശിവന്റെ മുകളിൽ ആ ഹൃദയഭാഗത്ത് നിൽക്കുക. കാരണം പ്രവർത്തിക്കണ ആള് ശക്തിയാണ്, ഭഗവാന്റെ ക്രിയാഭാവമാണ്. ആ ക്രിയാഭാവം 5 കർമ്മങ്ങൾ 5 ക്രിയകൾ ചെയ്യണം. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം ഇത്യാദി 5 കർമ്മങ്ങൾ. അങ്ങനെ ദേവിയെ പഞ്ചകൃത്യപരായണ എന്ന് വിളിക്കും ആ അമ്മ. അടുത്തത് ആ ശ്രീ പരമേശ്വരനിൽ നിന്ന് പഞ്ചമുഖ ബ്രഹ്മനുണ്ടായി. ആ പഞ്ചമുഖ ബ്രഹ്മത്തിൽ നിന്ന് 5 കലകളുണ്ടായി, 5 കർമ്മങ്ങളുണ്ടായി. ഇതൊക്കെ പറഞ്ഞു. ഇനി ഇതിനൊക്കെ കൂടി ഒന്ന് ഓർഡറിലാക്കിയിട്ട് ഒന്നുകൂടി പറയുകയാണ് അദ്ദേഹം. സൃഷ്ടിയുടെ സമയത്തുള്ള ആ ശ്രീ പരമേശ്വരന്റെ 5 ശക്തികൾ, ആ ശക്തിഭാവങ്ങളൊക്കെ പറയുന്നു. ആദ്യം ആ ശ്രീ പരമേശ്വരനിൽ നിന്ന് ശിവതത്വം ഉണ്ടായി. പുരാണത്തിലുള്ള ഭാഗാട്ടോ, ശൈവത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആ ശ്രീ പരമേശ്വരനിൽ നിന്ന് സൃഷ്ടിയുടെ സമയത്ത് ജ്ഞാനസ്വരൂപമായിട്ട്, ഇച്ഛാസ്വരൂപമായിട്ട് ശിവതത്വം, പരമശിവനിൽ നിന്ന് ക്രിയ കുറഞ്ഞു നിന്ന്, കർമ്മം കുറഞ്ഞു നിന്ന് ജ്ഞാനം ഏറി നിൽക്കുന്ന അവസ്ഥയിൽ സദാശിവൻ, ജ്ഞാനസ്വരൂപനായിട്ട് സദാശിവൻ. കർമ്മം ഏറി നിൽക്കുകയും ജ്ഞാനം കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ മഹേശ്വരൻ. രണ്ടും തുല്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സദ്വിദ്യ. ഇങ്ങനെ ഭാവങ്ങൾ ഉണ്ടാവുകയാണ്. ശൈവത്തില്, കാശ്മീര ശൈവം ത്രികാ സമ്പ്രദായത്തിൽ കുറച്ച് വ്യത്യാസമുള്ളത്, ശിവൻ, ആ ശിവനിൽ നിന്ന് ശക്തി ഉണ്ടാവുകയാണ്. ആ ശിവശക്തി സംഭവം ആയിട്ടുള്ള 3 തത്വങ്ങൾ വരികയാണ്: സദാശിവൻ, ഈശ്വരൻ, സദ്വിദ്യ. സദാശിവൻ അവിടെ ഇച്ഛാസ്വരൂപമാണ്. പുരാണത്തില് അത് ജ്ഞാനസ്വരൂപമാണ്. എന്നാൽ ശൈവത്തിലേക്ക് വരുമ്പോൾ അത് ഇച്ഛാസ്വരൂപമാണ്. ജ്ഞാനസ്വരൂപം അവിടെ മഹേശ്വരനാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്. ക്രിയാഭാവം അവിടെ വരുന്നത് സദ്വിദ്യക്കാണ്. ഈ വ്യത്യാസം ശൈവത്തിലും പുരാണത്തിലും ചെറുതായിട്ടുണ്ട്. തത്വസന്തോഹത്തിൽ ഈ രീതിയിലാണ് 36 തത്വങ്ങൾ പറയുന്നത്. 36 തത്വങ്ങളിൽ ആദ്യത്തെ 5 തത്വങ്ങൾ ഈ വിധത്തിലാണ് പറയുന്നത്. പുരാണത്തിലാണെങ്കിൽ മറ്റൊരു വിധത്തിൽ സദ്വിദ്യ, ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഒരുമിച്ച് നിൽക്കുന്ന ഭാവത്തിൽ, ക്രിയാശക്തി ഏറി നിൽക്കുന്ന ഭാവത്തിൽ മഹേശ്വരൻ, ജ്ഞാനശക്തി ഏറി നിൽക്കുന്ന ഭാഗത്തിൽ സദാശിവൻ, ഇച്ഛാശക്തിയിൽ ശിവൻ. ഈ വ്യത്യാസം അവിടെയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ആ സദ്വിദ്യയിൽ നിന്ന് ആരുണ്ടാവുകയാണ്? മായ ഉണ്ടാവുകയാണ്. മായ. കാരണം അതുവരെ പ്രപഞ്ചം അതിലില്ലാത്തതാണ്. നമ്മളെ സംബന്ധിച്ച് അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ചട്ടക്കൂട് വേണം. ആ ചട്ടക്കൂട് ഉണ്ടാക്കണ ആള്, അതാണ് മായ. ഈ ചട്ടക്കൂട് ഉണ്ടാക്കുന്ന ആളുടെ പേരാണ് മായ. ഭഗവാന്റെ എല്ലാത്തിനെയും ഒതുക്കണ ശക്തി, അതാണ് മായ. എല്ലാറ്റിനെയും ഒതുക്കണ ആള്. ആ മായക്ക് 5 കഞ്ചുകങ്ങൾ: കല, കാലം, നിയതി, വിദ്യ, രാഗം. ശ്രീ പരമേശ്വരനിലുള്ള 5 കലകളെ നമ്മൾ പ്രാണൻ ഈ ബന്ധനത്തിൽ കഴിയണ അവസ്ഥയിലേക്ക് വരുമ്പോൾ 5 കഞ്ചുകങ്ങളായിട്ട് മാറുകയാണ്. അതിനൊക്കെ അടക്കണ ആളായിട്ട്, അതിനൊക്കെ ഒതുക്കണ ആളായിട്ട്. ഒന്നാമത്തെ കല സർവകർത്തൃത്വം എന്നാണ്. ഭഗവാനിലെ ആ കല, ഭഗവാനിലെ കല സർവകർത്തൃത്വം എന്നാണ്. സർവകർമ്മങ്ങളും ആ ഭഗവാനാൽ ചെയ്യപ്പെടുക. എന്നാൽ നമ്മളിലേക്ക് വരുമ്പോൾ ചിലത് നമ്മളതാണ്, ഇത് എന്നാൽ കർത്തൃത്വം ചെയ്യപ്പെടേണ്ടതാണ്, എന്നാൽ ഇതെന്നാൽ ചിലത് ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ളൊരു ഭേദഭാവം നമ്മളിൽ വരികയാണ്. സർവകർത്തൃത്വം കുറയണ അവസ്ഥ. കർമ്മങ്ങൾ എന്ത് ചെയ്യാണ്? ഭഗവാനിൽ സമർപ്പിക്കാത്ത അവസ്ഥ. ഏറ്റവും ചുരുങ്ങി പറഞ്ഞാൽ ഭഗവാനിൽ എന്ത് ചെയ്യാത്ത അവസ്ഥ. ലളിതമായിട്ടുള്ള വ്യാഖ്യാനം നമുക്ക് മലയാളത്തിൽ ജ്ഞാനപാനയിൽ പൂന്താനം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തുള്ള സർവ്വകർമ്മങ്ങൾ എണ്ണിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? 3 തരത്തിൽ തരംതിരിക്കാം: പുണ്യകർമ്മം, പാപകർമ്മം, മിശ്രകർമ്മം. പൂന്താനം പറയാണ്, ലോകത്ത് നമ്മൾ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം
ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പറയാണ്